ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് അമാവാസി, കർക്കിടക വാവ്. നമുക്കിന്ന് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ടാരോ കാർഡ്സ് കൂടി റീഡ് ചെയ്തിട്ട് പറയാം. എന്താണ് നിങ്ങളുടെ പൂർവികർ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സൂര്യഗ്രഹണം, ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമാണ്. ഗ്രേറ്റ് ടീച്ചറാണ് വന്നേക്കുന്നത്. ഹോൾഡ് ദ സ്പേസ്. Take time to reflect. Warrior. ബോട്ടം വന്നിരിക്കുന്നത് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് എന്നാണ്. ടാരോ കാർഡ്സ് കൂടെ എടുക്കട്ടെ. നൈൻ ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് വാൻഡ്സ്, Two of Swords, Magician, Temperance, Ace of Cups. ബോട്ടം വന്നിരിക്കുന്നത് ടവറാണ്. നമുക്ക് നോക്കാവേ. ഒരു ടവർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. കണ്ടില്ലേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. എന്തൊക്കെയോ ചില സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ടവർ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രേറ്റ് ടീച്ചർ ആവാൻ കഴിഞ്ഞത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ പല കാര്യങ്ങളും. നിങ്ങൾക്ക് അതിലേക്ക് വരാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. സ്പിരിച്വലായിട്ട് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വന്നിരിക്കുന്ന ടവർ മൊമെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾ സ്റ്റക്കായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇനി മുന്നോട്ട്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാനൊരു പരാജയമായി പോയല്ലോ, ഇതൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കുറെ സമയം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവണം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലോട്ടുള്ള വഴി തുറക്കുന്നത്. നിങ്ങൾ പലരും ആരൊക്കെയോ നിങ്ങളിൽ ഇവിടെ സ്പിരിച്വൽ പാത്തിലൂടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് വഴി നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും ഈ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപായപ്പെടുത്തണം എന്നുള്ള ചിന്തയില്ല.
അങ്ങനെയാണ് പറയുന്നത്. മറ്റുള്ളവരെ അപായപ്പെടുത്തുന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വേണ്ട. വെറുതെ വിടാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഫ്രീ ആയിട്ട് വിടൂ. പറന്നു പോകുന്ന കിളിയെ പിടിച്ച കൂട്ടിലിട്ട് അതിന്റെ ആ ഒരു അസ്വാതന്ത്ര്യം കണ്ട്, അതിന്റെ പാരതന്ത്ര്യം കണ്ടിട്ട് രസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവിടെ വേണ്ട. അതിന് ആ ഒരു എനർജി അങ്ങ് ഉപേക്ഷിച്ചേക്കൂ. മനസ്സിലായോ? ഫ്രീ ആവൂ. മറ്റുള്ളവരോടും ഫ്രീ ആയി പെരുമാറാൻ പഠിക്കൂ. പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണോ പഠിക്കാൻ പറ്റുന്നത്, സ്പിരിച്വലായിട്ട് ഒരു ഗ്രോത്ത് വരണമെങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കണം, യൂണിവേഴ്സിനെ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് നല്ല വിധത്തിൽ ഉണ്ടാവുന്നത്. നല്ല ജീവിതത്തിൽ തന്നെ ഒരു പ്രോഗ്രസ് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്ന മെസ്സേജാണിത്, അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരും. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം അനുഭവിക്കാനോ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനോ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഹോൾഡ് ദ സ്പേസ്, ഇവിടെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായി ഇങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുടെ ഗുരുത്വം അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതനുസരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും. എന്ത് പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ഗ്രോത്ത് വരുമോ, എനിക്ക് മുന്നോട്ടൊരു വിജയം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരാനും സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തിലൂടെ മുന്നോട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ വരൂ, മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഹോൾഡ് ദ സ്പേസ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്, 2 ഓഫ് സോൾസിന്റെ എനർജി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇടം തേടണം. മനസ്സിലായി? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ കുഴങ്ങി നിൽക്കുന്ന ആ ഒരു സമയം, അത് ചിന്തിക്കാനുള്ള സമയം കൊടുക്കൂ. മനസ്സിന് ആ ചിന്തിക്കാനുള്ള സമയം കൊടുക്കൂ. അല്ലാതെ വെപ്രാളപ്പെട്ട് ധൃതി പിടിച്ച് നിങ്ങൾ മുന്നോട്ട് മറ്റൊരു തീരുമാനം എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണോ മുന്നോട്ട് പരിശ്രമിക്കുന്നത്, നിങ്ങൾ എന്തായാലും മുന്നോട്ട് പരിശ്രമിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടി, ജോലിക്കായാലും ജോലിക്കാര്യങ്ങളിലേക്കായാലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യത്തിലേക്കായാലും നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുമെന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങളൊരു സ്പേസ് കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഒന്നിനും ധൃതി പിടിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ, എന്ത് സാധിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചോ അത് നിങ്ങൾ മനസ്സ് കുഴങ്ങി നിൽക്കാൻ പാടില്ല. റിയാലിറ്റിയിലേക്ക് വരാനും ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മിറർ ഗാർഡിയൻ ആണ്. ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടൈം എടുക്കൂ എന്നുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി വേണം മുന്നോട്ട് വരാൻ. നമ്മൾ പലപ്പോഴും എടുത്തു ചാടിയുള്ള ഒരു പ്രവർത്തികളുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഒരു സക്സസിലേക്ക് കൊണ്ടുവരില്ല. അതുപോലെ ഇമോഷൻസിന് അടിമയാവരുത്. ഇവിടെ സമയം എടുത്ത് നിങ്ങൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കൂ എന്നുള്ളതാണ് പറയുന്നത്, പല കാര്യങ്ങളെയും. അപ്പോൾ ഇമോഷൻസിന് നിങ്ങൾ അടിമയാവരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇമോഷണലി തീരുമാനമെടുക്കാൻ പാടില്ല. മനസ്സിലായി? അഥവാ അത് എടുത്തുവെങ്കിൽ അത് നിങ്ങളെ അപ്പോൾ സാറ്റിസ്ഫൈഡ് ആക്കുമായിരിക്കും. അഥവാ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ അത് സാറ്റിസ്ഫൈഡ് ആക്കുമായിരിക്കാം. പക്ഷേ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷകരമായേക്കാം എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. പക്ഷെ എന്നാൽ ബുദ്ധി ഉപയോഗിച്ച്, അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത്, ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ
അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായേക്കുക. ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അന്നേരം ബുദ്ധിമുട്ടാവും. പക്ഷെ നിങ്ങൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാലോ അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ല പ്രയോജനം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാത ശരിക്കും ഒരുക്കി തരുന്നത്. അങ്ങനെയാണ് ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ബുദ്ധി പ്രയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പാത അത് ഒരുക്കി തരും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തായാലും ആ സ്വത്വം മനസ്സിലാക്കി വരണം. കാര്യങ്ങളെ ശരിക്കും റിയാലിറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിന് ഒരു റിയാലിറ്റി ഉണ്ട്, ഇല്ലാതില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പറഞ്ഞത് കൂടുതൽ ഇമോഷൻസ് വേണ്ട എന്ന്. ബുദ്ധിയാണ് ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നത് റിവീലാകുന്ന ഒരു എനർജി ഉണ്ടാകും നിങ്ങൾക്ക്. പല കാര്യങ്ങളും റിവീലാകും നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള, മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനാണോ അതൊക്കെ നിങ്ങൾക്ക് ഒരു സമയത്ത് റിവീലായിട്ട് കിട്ടുന്നുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇമോഷൻസിന് അടിമപ്പെടരുത് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ്. ഇനി ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് വാരിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇമോഷൻസിന് അടിമപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് ബുദ്ധി പ്രയോഗിച്ച് വന്നു കഴിഞ്ഞാൽ, പ്രാക്ടിക്കലായി കഴിഞ്ഞാൽ, ഇവിടെ മജിഷ്യന്റെ എനർജി എന്താണ്, ഇവിടെ തീർത്തും ഇമോഷൻസ് അല്ല ആവശ്യം, ബുദ്ധിയാണ് വേണ്ടത്. പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരണം. എനിക്ക് പ്രശസ്തിയിലേക്ക് വരണം. ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മജിഷ്യന്റെ എനർജി പ്രാവർത്തികമാകുന്നത് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ മജിഷ്യന് കഴിയുന്നത് മജിഷ്യന്റെ ക്രിയേറ്റീവ് എനർജി കൊണ്ടാണ്, അതായത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. തന്നെയുമല്ല, പ്രാക്ടീസ് ചെയ്തുള്ള ആ ഒരു ലൈഫാണ് ഇവിടെ മജിഷ്യനെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. വാരിയർ കണ്ടിൽ ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ്. ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസിന്റെ എനർജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടി കൂടാതെ മുന്നോട്ട് വരൂ. നിങ്ങൾക്കുള്ളിൽ ഒരു യോദ്ധാവുണ്ട്, ഒരു വാരിയർ ഉണ്ട്. മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു പോരാളി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. എല്ലാവരുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട്. പക്ഷെ അത് കാണുന്നില്ല. ആ പോരാളിയുടെ എനർജിയെ നമ്മൾ വിനിയോഗിക്കുന്നില്ല. ഇതാണ് പ്രശ്നം പറ്റുന്നത് എല്ലാവർക്കും. പക്ഷെ ഈ പോരാളിയുടെ എനർജിയെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ, വേണ്ട വിധത്തിൽ ബുദ്ധി പ്രയോഗിച്ച് അതിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ സാധിക്കും. പേടി കൂടാതെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അവർ നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ പേടി കൂടാതെ മുന്നോട്ട് വരൂ, സ്ട്രോങ് ആവൂ, മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആവൂ, പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരൂ, എന്നാലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവൂ എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഫിയർലെസ് ആവരുത് എന്നുള്ളതാണ് പറയുന്നത്. ഫിയറോടുകൂടി, അല്ലെങ്കിൽ ഫിയർലെസ് ആവരുതെന്നല്ല, ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ്. ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു ഭീരുവാകാൻ പാടില്ല. ഭീരു എന്ന് പറയുന്നത്, ഭീരുത്വം എന്ന് പറയുന്നത് എന്താണ്, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭീരുത്വം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുകയില്ല. ഐ ആം കേപ്പബിൾ എന്നാണ് പറയേണ്ടത്. മനസ്സിലായി? എനിക്ക് കഴിവുള്ളവനാണ്, ഞാൻ അതിന് അർഹതപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അത് നേടാൻ അർഹതയുണ്ട്. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഇതാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പൊ എനിക്കതിന് അർഹതയുണ്ട്, അതുകൊണ്ട് ഞാനത് നേടിയെടുക്കും. എൻ്റെ ഉള്ളിൽ ഭീരുത്വമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. പ്രകാരം മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെ വിജയമാണ്? ടെമ്പറൻസ്. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു സന്തുലിതാവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ, നിങ്ങൾ ഫിയർലെസ് ആവൂ എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. സ്ട്രോങ് ആയിട്ട് വരൂ, കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരൂ, ശക്തി ഉള്ളവരായി തീരൂ എന്നുള്ളതാണ് പറയുന്നത്.
എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾ ഇടപെടുന്ന സൊസൈറ്റിയിലായാലും നിങ്ങൾക്ക് മുന്നോട്ട് വരാനും ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ, നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും. മനസ്സിലായി? നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. പേടിച്ചിരുന്നിട്ട് ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ് ഓഫ് കപ്സിന്റെ എനർജി, ദൈവികമായ ഒരു പ്രണയം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പ്രണയമുണ്ടോ അത് ദൈവികത നിറഞ്ഞതായിരിക്കണം. അല്ലാതെ ആരെയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ദൈവികതയിലേക്ക് കൊണ്ടുവരൂ, ഡിവിനിറ്റി നിറഞ്ഞതാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ അതിൽ ദൈവികത കലർത്തു, ഡിവിനിറ്റി കൂടി കലർത്തു. അല്ലാതെ ആരെയും വഞ്ചിച്ചോ കള്ളം പറഞ്ഞോ സ്നേഹം നടിച്ചിട്ടോ ഒന്നും സാധിക്കരുത്. മനസ്സിലായോ? പലരും ഉണ്ടല്ലോ സ്നേഹം നടിച്ച് മുന്നോട്ട് വരിക, അങ്ങനെ ഒരു എനർജി ഉണ്ടല്ലോ, കള്ളം പറഞ്ഞിട്ട് വരിക, എന്തെങ്കിലും സാധ്യമാക്കാൻ വേണ്ടി ആയിരിക്കണം ഇങ്ങനെ അടുത്തു കൂടുന്നത്. പക്ഷെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞാണ് വരുന്നതെങ്കിലും അത് ഇത്തരത്തിലുള്ള പ്രേമം ആകൂ, സ്നേഹമാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്ന, ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് നല്ലതുപോലെ ഡിവൈൻ എനർജി ഉള്ളതാണ്. ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ. ഡിവൈൻ എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ലവ് ആരോടെങ്കിലും നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു എനർജി നിറയ്ക്കാൻ ശ്രമിക്കൂ. മനസ്സിലായി? കള്ളം കാണിച്ചും കള്ളം പറഞ്ഞു ആരെയും അടുപ്പിക്കാൻ പാടില്ല, ആരെയും വശത്താക്കാനും പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. നല്ല മെസ്സേജാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. മജീഷ്യന്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്, അമാവാസിയല്ലേ, വളരെ നല്ലതാണ് മാനിഫെസ്റ്റേഷൻ വർക്കും തുടങ്ങാൻ, അല്ലെങ്കിൽ അഫർമേഷൻസ് പറയാനും എഴുതി വെക്കാനും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചന്ദ്രന്റെ രൂപം അടുത്ത ഫുൾ മൂൺ ആകുമ്പോഴേക്കും, പൗർണമി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്തോളുക. കാര്യം ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ സഫലമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. നിങ്ങളിവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു കഴുകനായിരിക്കും, ഈഗിളിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഈഗിളിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഈഗിൾ വളരെ ഉയരത്തിൽ നിന്നാണ് അതിന്റെ തീറ്റ കാണുന്നത് തന്നെ, അല്ലേ? വളരെ അത്ര ഉയരത്തിലേക്ക് പോയാലും എന്താണ്, അത് കാണും, അതിന് കാണേണ്ട കാര്യങ്ങൾ അത് കാണും. അതിനൊരു ലക്ഷ്യമുണ്ട്, എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് എവിടെ നിന്നാലും അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചെറുതാവാൻ പാടില്ല. വലിയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. കാഴ്ചപ്പാട് വലുതായിരിക്കണം, ലക്ഷ്യങ്ങൾ വലുതായിരിക്കണം. അല്ലാതെ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്വീപ്പർ ജോലി തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ക്ലർക്കിന്റെ ജോലി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. അതാണ് ഫിയർലെസ് ആവരുത് എന്ന് പറഞ്ഞത്. ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് എന്ത് യോഗ്യതയാണോ ഉള്ളത്, ഇനി നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളിന് വലിയൊരു ഓഫീസിൽ പദവി വേണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ, നിങ്ങളുടെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത്, ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ഉയർന്ന കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഉയർന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ ചില കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പേടിയില്ലാത്തവരാകും, സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ കാര്യങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇന്ന് ഒരുപാട് പേർക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റിന് ആൻസസ്റ്റേഴ്സ് പൊറുക്കേണമേ. എൻ്റെ അച്ഛ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണമേ, ഫൊർഗീവ് ചെയ്യണമേ, ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്നിട്ട് ഡിവൈനോട് നിങ്ങൾക്ക് പറയാം, യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയാം, അവരുടെ തെറ്റുകളെ പുറത്ത് അവർക്ക് മോക്ഷം കൊടുക്കണമേ എന്ന്. മനസ്സിലായോ? നിങ്ങൾക്ക് പൂർവികരോടും പ്രാർത്ഥിക്കാം, പൂർവികർക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവത്തോടും പ്രാർത്ഥിക്കാം. അങ്ങനെ 2 തരത്തിലും നിങ്ങൾ പ്രാർത്ഥന ചെയ്യേണ്ടവരാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.